ഞാൻ അവൻ മുറിച്ചല്ലെങ്കിൽ അത് നീണ്ടു പോകും. ഇപ്പൊ അത് ഞാൻ അന്ന് മുറിച്ച കാരണം കണ്ട, ഇതൊക്കെ ഇവിടേക്ക് വേറെ ഇത് അതിൽ നോക്കിയാ കണ്ട, ഇതിങ്ങനെ വന്നു. അതുപോലെ ഇതിന് പിന്നെ ഈ മുറിച്ചതിന്റെ ഇവിടെ 2 ബ്രാഞ്ച് 2 വന്നു. അതുപോലെ ഇതിലും ഈ മുറിച്ച് കൊടുത്തു മുഴുവൻ ഇതിലേക്ക് നോക്കിയത് എത്ര വന്നു നോക്കിയേ. മുറിച്ചത് കുഴിച്ചിട്ടു, അത് കുറെ പേര് കൊണ്ടുപോയി. ഇത് കണ്ട ഇവിടെയൊക്കെ നിറച്ച് പൊടിച്ച് മുറിച്ച് കൊടുത്ത് ഇവിടെ മുറിച്ച് മാറ്റിയത് മുറിച്ചതിന്റെ അടിയിൽ തേച്ചത്. ഞാൻ ശരിക്കും സാഫ് എന്ന് പറഞ്ഞ സംഭവിക്കാണ് തേക്കുക. ഞാൻ ഇപ്പോഴും തേക്കണത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് കെട്ടി കൊടുത്തേക്ക്, അപ്പൊ തുടങ്ങിയുള്ളൂ. പിന്നെ ചിലർ ക്യൂട്ടക്സ് ഒക്കെ പറ്റാറുണ്ട് കേട്ടോ, അതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, ഇത് ഞാൻ എപ്പോഴും കറ്റാർവാഴയുടെ ജെല്ല് തേച്ചു കൊടുക്കും. ഒക്കെ അങ്ങനെ ഇതിന്റെ നോക്കിയ ഷേപ്പ്. അത് ഇവിടെ മുറിച്ചത് കൊണ്ടാണ് ഈ കോഡക്സ് കനത്തിൽ വരുന്നത്. അതുകൊണ്ട് കണ്ട നല്ല കനത്തിലിരിക്കുന്ന കോഡക്സ് നല്ല കട്ടിയിട്ട് വരും. അതാണ് കാണാനായിട്ട് ഭംഗി. ഇതെല്ലാതും ഇതുപോലെ ഇത് മുറിച്ചപ്പോ വന്നതാണ് ഈ 3 ബ്രാഞ്ച്. അപ്പൊ അടിയിൽ നിന്ന് തന്നെ ഈ കോഡക്സ് നല്ല വലിപ്പത്തിൽ വരും ചെയ്യും. അതേസമയം അധികം ഉയരം പോവില്ല. അധികം ഉയരം പോവാണ്ട് നല്ല കട്ടയായിട്ട് നിറച്ച് പൂവുണ്ടാവും, തിക്കായിട്ട് പൂവുണ്ടാവും. അതിന് ഇത് മുറിച്ചു കൊടുക്കണം. അപ്പൊ നീ അവിടെ വീട്ടിലത്തെ ആണെങ്കിലും അത് മുറിച്ചു കൊടുക്കണം. നീളത്തിൽ പോയിട്ടുണ്ട് അവിടത്തേക്ക്. അതൊക്കെ മുറിച്ചു കൊടുത്ത ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ പൂവുണ്ടാവുന്ന സമയമാണ്. അപ്പൊ നമ്മളത് മുറിച്ചു കൊടുക്കണ്ട. നവംബർ ഡിസംബർ മാസത്തിലായിട്ട് അത് മുറിച്ചാൽ മതി. അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ അങ്ങനെ ശരിയായത് ഇതൊക്കെ മുറിച്ചിട്ടുണ്ടായി വന്ന ബ്രാഞ്ചുകളാണ്. കണ്ട ഇതൊക്കെ അതേ മുറിച്ചപ്പോ കണ്ട 2 ബ്രാഞ്ച്. അതുപോലെ നിറച്ചത് എവിടെ ഉണ്ടാവുന്നു. എല്ലാതും ഒരു ദിവസം ഫുൾ മുറിച്ചു. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ വരും. ഇതിന്റെ ഞാരുകളൊക്കെ ശരിക്കും മുറിച്ച് കളയണം. ഇത് റീപോർട്ടിങ് ചെയ്യണം. പക്ഷെ ഞാൻ ഇതിലിങ്ങനെ ആയ കാരണം അങ്ങനെ റിപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കണം എന്ന കാരണം. ഇതൊക്കെ വലിച്ച് ആദ്യം ഇതിന്റെ വേരുകളൊക്കെ കളഞ്ഞ് വീണ്ടും കുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് ഇപ്പൊ പൂവുണ്ടാവണ സമയമാണ്. ഇപ്പൊ ഇത് നല്ലോണം പൂവുണ്ടാവണ സമയമാണ്. ഇപ്പൊ ഇവിടെ പൊട്ടിച്ച് ഇത് നോക്കിയാൽ ഇത് മുറിച്ച് അല്ലെങ്കിൽ ഇത് നീളത്തിൽ അങ്ങനെ പോകണ്ട ഉണ്ടായി വരണേണ്ട. ഈ മുറിച്ചതിന്റെ അടിയിലൊക്കെ നമുക്ക് ഇതുണ്ടാവും. അപ്പൊ അങ്ങോട്ട് നീളത്തിൽ പോവില്ല. അവിടെയുള്ളതാണെങ്കിൽ ഇതുപോലെ മുറിച്ച് അതായത് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിറച്ച് കുറ്റു പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ കോഡക്സ് ഒക്കെ നല്ല കട്ടിയിൽ വരും. കണ്ട ഇതിന് 2 കൊണ്ടൊക്കെ പിന്നെ അത് അവിടെ ഉള്ളതാണെങ്കിലും കണ്ട ഇവിടെയൊക്കെ നിറച്ച് ഇതിലൊക്കെ ഇത് മുറിച്ചു കൊടുത്തപ്പോ നിറച്ച് ഇതുപോലെ വരും. പുതിയ ഇലകളല്ല, പുതിയ ശിഖരങ്ങള് കണ്ട ഇങ്ങനെ ഇതിന്റെ ഈ മുറിച്ചതിന്റെ ചുറ്റും നമുക്ക് വരും. അപ്പൊ എന്താ ഈ പൂവുണ്ടാവുമ്പോ ഇതും അങ്ങനെ തന്നെയാ. ഇത് കണ്ട ഇത് ശരിക്കും മുറിച്ച് നട്ടതാണ് കേട്ടാ. ഇത് സ്റ്റെമ്മ് നട്ടതാണ്. മുറിച്ച ഭാഗം നട്ടതാണ്. അതും ഇത് നല്ലോണം നീളം. ഇത് മുറിച്ച് നട്ടതാണ്. അതും നല്ല നീളത്തിൽ വന്നപ്പോ അതിനെ മുറിച്ച് കുത്തിയതാണ്. ആ കുത്തിയപ്പോ അതുമ്മ നിറച്ച് ശിഖരങ്ങൾ വന്നു. അതുമ്മ നിറച്ചിപ്പോ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പൊ കണ്ട ഇതിമ്മയൊക്കെ ഇങ്ങനെ വന്നിട്ട് നിറച്ച് എല്ലാ ബ്രാഞ്ചുമ്മയും നിറച്ച് പൂവുണ്ടാവും. അത് നീളത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭംഗി കിട്ടില്ല. അപ്പൊ ഇങ്ങനെ മുറിച്ച് കൊടുക്കുമ്പോ അതിങ്ങനെ തിക്കായിട്ട് കണ്ട ഇമ്മ പൂവുണ്ടായി തുടങ്ങുമ്പോ ഇതിലും ഫുള്ളായിട്ട് പൂവുണ്ടാവും. അപ്പൊ കാണാനൊരു പ്രത്യേക ഭംഗി. ഇതൊക്കെ വലുതായി കണ്ട അത് മുറിച്ച ഭാഗത്ത് അതിലൊക്കെ നിറച്ചുണ്ടായി വരും. അപ്പൊ കുറേ ശിഖരങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പ്രൂണിങ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ വേണ്ട, ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് ചെയ്താൽ മതി. കണ്ട പൂക്കള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ലേ, ഇപ്പൊ നല്ലോണം പൂവുണ്ടാവണ സമയമാണ്. അപ്പൊ പൂവുണ്ടാവല് കഴിഞ്ഞതിന് ശേഷം അതിനെയൊക്കെ തണ്ടൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കോഡക്സ് ഒക്കെ നല്ല കനത്തിൽ വരും. നിറച്ച് ഇതുണ്ടാവും. എല്ലാ ശിഖരത്തുമ്മയും പൂക്കളും ഉണ്ടാവും. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.